FB പോസ്റ്റുമായി കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി MR മധുബാബു രംഗത്തെത്തി. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണ്, വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഒരു ഏമാനാണ്, റിട്ടയർമെന്റിന് ശേഷം ഈ ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണി എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പരിഹാസമുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. സലീമ, ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏതോ സഹപ്രവർത്തകനെതിരെയാണ് ഈ FB പോസ്റ്റ് എന്ന് വ്യക്തമാണ്. ഈ വാർത്തകൾ ഏകോപിപ്പിക്കുന്നതും ഇതൊക്കെ പുറത്തു വരുന്നതിനും പിന്നിൽ വകുപ്പിലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് എന്ന പരോക്ഷ സൂചനയും വിമർശനവുമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ പോലീസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇത്രയധികം തെളിവുകൾ ഈ മധുബാബുവിനെതിരെ നിരവധി തെളിവുകൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കെട്ടിച്ചമച്ചതല്ല എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നും വിധത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് ഒരു സ്വയം ന്യായീകരണത്തിന് കൂടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓരോരുത്തരെയായി ഘട്ടം ഘട്ടമായി രംഗത്തിറക്കുകയാണ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇനിയും ചിലർ വരാനുണ്ട് എന്നുള്ള സൂചന കൂടി പറയുന്നുണ്ട്. ഇന്നും നാളെയുമായി രംഗത്ത് വരാൻ അണിയറയിൽ ഇനിയും ചിലരെ ഒരുക്കുന്നുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ തന്നെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. പല ജില്ലകളിലുള്ള തന്റെ വിരോധികളെ കണ്ടെത്തുകയാണ്, അതിനുശേഷം ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന കോർഡിനേറ്റർ ജോലിയാണ് ഈ ഏമാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. റിട്ടയർമെന്റിന് ശേഷം ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങുകയാണ് അദ്ദേഹത്തിന് പറ്റിയ പണി എന്നുകൂടി നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചേർക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആരോപണങ്ങൾ മധുബാബുവിനെതിരെ വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു. അത് കൂടുതൽ ആരോപണങ്ങൾ വരാനുള്ള സാധ്യത മധുബാബുവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തള്ളുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, മധുബാബു വിശദീകരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ വരാനുണ്ട്. ആ പരാതികൾ പല ജില്ലകളിൽ നിന്നുള്ളതാണ്. അത് ഏകോപിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകനായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാതെ അദ്ദേഹത്തെ വിമർശിക്കുകയാണ് ഈ FB പോസ്റ്റിൽ. എന്തായാലും കൂടുതൽ പരാതികൾ വരാനുണ്ട് എന്നത് മധുബാബുവിന് തന്നെ, ഡിവൈഎസ്പിക്ക് തന്നെ അറിയാം. അത് ഒരു പക്ഷേ ഒരു മുൻകൂർ ജാമ്യം എടുക്കലൊക്കെയാണോ ഈ FB പോസ്റ്റിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.